ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സുകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണ്, പോർട്ട്ഫോളിയോ എന്താണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോർട്ട്ഫോളിയോ എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ആദ്യം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണെന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണേണ്ടതാവുള്ളൂ. ഓക്കെ, ഇന്നത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ റിട്ടേൺസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ദെൻ പോർട്ട്ഫോളിയോ റിസ്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ്? സോ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് എ കംപ്രൈസർ ഓഫ് ഓൾ ദി പ്രോസസ് ഇൻവോൾവ് ഇൻ ദി ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോൻ്റെ ക്രിയേഷനും മെയിൻ്റനൻസാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. So, the portfolio management is a process of dealing with security analysis, portfolio selection, revision of portfolio, evaluation of portfolio. Security analysis എന്ന് വെച്ച് കഴിഞ്ഞാൽ we need to identify the better and the best asset which can be used for our portfolio. ആദ്യം നല്ല അസറ്റുകൾ ഏതാണെന്ന് കണ്ടെത്തുക, നമ്മൾ അസറ്റിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്, ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിന് പറ്റിയിട്ടുള്ള സെക്യൂരിറ്റീസ് കണ്ടെത്തുന്നതാണ് സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ പോർട്ട്ഫോളിയോ അനാലിസിസ്. ആഫ്റ്റർ സെലക്ഷൻ ഓഫ് ദോസ് സെക്യൂരിറ്റീസ് വി നീഡ് ടു അനലൈസ് ഹൗ ദ പോർട്ട്ഫോളിയോ ഈസ് പെർഫോമിങ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കുക. ദെൻ വിച്ച് വൺ ഈസ് ബെസ്റ്റ്. സെലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ എന്നാൽ ഈ പോർട്ട്ഫോളിയോ സെലക്ഷൻ അനാലിസിസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ദെൻ റിവിഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ഈ സെലക്ട് ചെയ്ത പോർട്ട്ഫോളിയോ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു റിവൈസ് ഇറ്റ്. സംടൈംസ് സം അസറ്റ് ക്യാൻ ബി ലോസസ്. ചില അസറ്റിന് എന്ത് ചെയ്യും, ലോസ് സംഭവിക്കുക, അല്ലെങ്കിൽ ചില അസറ്റിൻ്റെ വാല്യൂസും അതിൻ്റെ മാർക്കറ്റ് വാല്യൂസും ഒക്കെ എന്ത് ചെയ്യും, ഡിമിനിഷിങ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് എന്ത് ചെയ്യും, വി നീഡ് ടു ചേഞ്ച് അസറ്റ്. ചിലപ്പോൾ ചില ഇൻട്രസ്റ്റീനേഴ്സ് എന്തുണ്ടാവും, അവരുടെ മാർക്കറ്റ് ഡള്ളായിട്ടുണ്ടാവും. അപ്പോൾ ആ ഡള്ളായ അസറ്റ്സിനെ മാറ്റിയിട്ട് നല്ല അസറ്റ്, നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിലെ സ്റ്റോക്കൊക്കെ നമ്മൾ വാങ്ങി വെക്കുക. ദെൻ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ വി നീഡ് ടു ഇവാലുവേറ്റ് അവർ പോർട്ട്ഫോളിയോ. ശരിക്കും അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് വിൽ നോട്ട് എൻഡ് എനിത്തിങ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഓൾമോസ്റ്റ് ഓൾ ടൈം വി നീഡ് ടു റീചെക്ക്. എന്തെങ്കിലുമൊക്കെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ വി നീഡ് ടു മേക്ക് ചേഞ്ചസ്. അപ്പോൾ അതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാനേജിങ് അസറ്റ് ഇൻ എ മാനർ ഓഫ് മോർ റിവാർഡ് ആൻഡ് ലെസ് റിസ്ക്. ഇൻവെസ്റ്റർക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നതും അതുപോലെ തന്നെ കുറഞ്ഞ റിസ്ക്കുമായ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റത്തേണ് സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്. സോ ആദ്യം നമുക്ക് എന്ത് വേണം, ഒരു ഒബ്ജക്റ്റീവ്സ് വേണം. വൈ വി ആർ ഇൻവെസ്റ്റിംഗ് അവർ മണി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണം ചിലവാക്കുന്നത്? മകളുടെ കല്യാണമാണോ, അതല്ലെങ്കിൽ എഡ്യൂക്കേഷനാണോ, അതല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാനോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാവിയിലെ ഒരു ക്യാപിറ്റൽ ഗെയിനിന് വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻസിന് വേണ്ടിയിട്ടാണോ? ഇതല്ലാതെ തന്നെ വേറെ രീതിയിലും ചിന്തിക്കാം. നമുക്ക് സ്റ്റഡി ആയിട്ട് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതോ ഭാവിയിലൊരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ, വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്. വി നീഡ് ടു സെറ്റ് അവർ ഒബ്ജക്റ്റീവ് ഫസ്റ്റ്. സോ ഈ സെറ്റിംഗ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോർമുലേഷൻസ്, പോർട്ട്ഫോളിയോ ക്രിയേഷൻസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ സ്റ്റഡി ആയിട്ട് ഇൻകം കിട്ടുന്ന ഒരാളാണെങ്കിൽ ഹി മസ്റ്റ് ഇൻവെസ്റ്റ് ഫോർ ദി ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. അതല്ല ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻസ് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, അപ്പോൾ അയാളെ ഏജ് വെച്ചിട്ട് മേ ബി അയാൾ ഒരു 40 years ഓൾഡ് ആളാണെങ്കിൽ, സോ ഈ മസ്റ്റ് ഇൻവെസ്റ്റ് മോർ എമൗണ്ട് ഇൻ ദി ഇക്വിറ്റി മാർക്കറ്റ്. ഇക്വിറ്റി എന്താണ്, മോർ റിസ്ക്കിയാണ്, മോർ റിവാർഡാണ്. കാരണം അയാൾക്ക് ഇനി കുറച്ച് കാലഘട്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് റിട്ടയർഡ് ആവാൻ. ഇപ്പോൾ ഉദാഹരണം 40 വയസ്സാണ് അയാൾ ഇപ്പോഴത്തെ ഏജെങ്കിൽ അയാൾക്ക് റിട്ടയർഡ് ആവാൻ ഇനി 20 വർഷമുള്ളൂ. അപ്പോൾ 20 വർഷത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഹി മസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ ദി ഇക്വിറ്റി മാർക്കറ്റ്. ഇഫ് ഈസ് ടു യങ്, അയാൾ വളരെ അധികം യങ് ആണെങ്കിൽ ഹി ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ബോണ്ട്, ഹി ക്യാൻ ഇൻവെസ്റ്റ് സം അതർ ഗുഡ് അവന്യൂസ്. പക്ഷേ അത്രത്തോളം ഒരു ഗ്രോത്ത് അതിൽ കിട്ടാൻ പോകുന്നില്ല. ഹൈ റിസ്ക് ഉണ്ടാകുമ്പോൾ ഹൈ ആയിട്ടുള്ള റിട്ടേൺസും കിട്ടും. ദെൻ അടുത്തതാണ് സെലക്ഷൻ ഓഫ് അസറ്റ്. Selection of asset means in portfolio management is decided the proportion of various assets
കാറ്റഗറി ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പോർട്ട്ഫോളിയോയിൽ എത്രത്തോളം ഓരോ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ദാറ്റ് ഈസ് കോൾഡ് പ്രൊപ്പോർഷൻ. നമ്മളിപ്പോൾ ഗോൾഡ് ഉണ്ടാവാം, ഇപ്പോൾ എന്തൊക്കെയാണ് അസറ്റുകൾ നോക്കാം, ഒരു പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെയാണ് അസറ്റ് മിക്സുകൾ നോക്കാം. അപ്പോൾ ബോണ്ട് ഉണ്ടാവാം, ഡിബഞ്ചർ ഉണ്ടാവാം, ക്യാഷ് ആവാം, ഗോൾഡ് ആവാം, റിയൽ എസ്റ്റേറ്റ് ആവാം, എക്വിറ്റീസ് ആവാം, അതല്ലെങ്കിൽ നമ്മളെ ആർട്ടുകളാവാം, എനിത്തിങ്. പക്ഷേ ഇതൊക്കെ എന്താണ്, വാല്യൂ ക്രിയേഷൻ ആയിട്ടുള്ള അസറ്റുകളാണ്. സോ ഇതിൻ്റെ ഒരു മിക്സാണ്. ഇതിൽ എത്രത്തോളം നമ്മൾ ഇക്വിറ്റി എടുക്കണം, എത്രത്തോളം നമ്മൾ ഗോൾഡ് എടുക്കണം എന്ന് ചിന്തിക്കുന്നതാണ് സെലക്ഷൻ ഓഫ് അസറ്റ് മിക്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് വി നീഡ് ടു ഫോർമുലേറ്റ് എ സ്ട്രാറ്റജീസ്. നമ്മൾ ഏത് സ്ട്രാറ്റജീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജീസാണ് മെയിൻലി ഉള്ളത്. ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജീസ്. ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജീസ് ദാറ്റ് മീൻസ് വി നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ ദി അഗ്രസീവ് ഷെയർസ്. നല്ല ഗ്രോത്തുള്ള, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള, നല്ല ഗ്രോത്തും റിട്ടേണും തരുന്ന സെക്യൂരിറ്റീസ്. അപ്പോൾ അതിനെന്തുണ്ടാവും, നല്ല റിസ്ക്കും ഉണ്ടാവും. സെയിം മോഡലാണ്. മറ്റു പാസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ അവരൊക്കെ അറിയാം, അവർ ഓൾറെഡി ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള റിസ്ക് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർ ആ സ്റ്റോക്ക് അതല്ലെങ്കിൽ അവർ ആ പോർട്ട്ഫോളിയോ ദേ വിൽ കെപ്റ്റ് ഫോർ ദി ലോങ് പീരിയഡ്. ഒരു മാറ്റം ഉണ്ടാക്കാതെ ആ ഒരു പോർട്ട്ഫോളിയോ എന്ത് ചെയ്യും, ഒരു കുറച്ച് കൂടുതൽ കാലത്തേക്ക് അതേപോലെ കൊണ്ടുവെക്കും. സോ ദേ ആർ പേഷ്യൻറ്റ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ചേഞ്ചസ്. ദേ വിൽ വെയിറ്റിംഗ് ഫോർ ദ ക്യാപിറ്റൽ ചേഞ്ചസ്. ക്യാപിറ്റൽ എമൗണ്ട് മാറ്റം വരുന്നത് മാത്രം. അപ്പോൾ ഇവർ ശരിക്കും പാസീവാണ്. മറ്റേ അഗ്രസീവ് ആണെന്ന് വെച്ചാൽ വി നീഡ് ടു ചേഞ്ച് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് ബൈ ഡേ. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രാറ്റജീസൊക്കെ മാറ്റിയിട്ട് പല രീതിയിൽ നമ്മൾ ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി നോക്കണം. ദെൻ നമ്മൾ നാലാമത്തെ പ്രോസസ്സാണ് സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് സെലക്ട് ചെയ്യാൻ വി ഹാവ് ടു മെത്തേഡ്സ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉണ്ട്, ദെൻ ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്. സോ ഫണ്ടമെൻ്റൽ അനാലിസിസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോക്കിൻ്റെ ആയാലും ഒരു ബോണ്ടിൻ്റെ ആയാലും ഇൻട്രൻസിക് വാല്യൂ കണ്ടെത്താൻ പറ്റും. ഇൻട്രൻസിക് വാല്യൂ നമുക്കറിയില്ലേ, യഥാർത്ഥ വാല്യൂ. അതുപോലെ തന്നെ ബോണ്ടാണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി YTM എന്ന ഈൽഡ് ടു മെച്യൂരിറ്റി സമയത്ത് അയാൾക്ക് ആ ബോണ്ടിൽ നിന്ന് എത്ര രൂപ കിട്ടുമെന്ന് കണ്ടെത്താം. അതുപോലെ തന്നെ ലിക്വിഡിറ്റി മനസ്സിലാക്കാൻ പറ്റും. ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിൽ സെക്യൂരിറ്റീൻ്റെ പ്രൈസ് പാറ്റേൺസ് നമ്മൾ പഠിച്ചില്ലേ, പ്രൈസ് പാറ്റേൺസ് പഠിച്ചില്ലേ, അതായത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അത് എത്രത്തോളം കണ്ടെത്താൻ പറ്റും നോക്കാം. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു സെക്യൂരിറ്റീസിനെ മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തതാണ് പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ. പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ മീൻസ് വി നീഡ് ടു എക്സിക്യൂട്ട് ദ പോർട്ട്ഫോളിയോ ടു ബൈ ദ അസറ്റ്സ്. അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ എന്ന് പറയാം. ദെൻ പോർട്ട്ഫോളിയോ റിവിഷൻസ്. വി നീഡ് ടു ചെക്ക് അവർ വെദർ ദി portfolio is going very well or we need a changes, alteration of composition of equity and debt instruments. അതായത് നമ്മളെ പോർട്ട്ഫോളിയോയിലുള്ള ഡെപ്റ്റും ഇക്വിറ്റീസിൻ്റെയൊക്കെ പ്രൊപ്പോർഷൻ മാറ്റണോ, അതുപോലെ കോമ്പോസിഷൻ മാറ്റണോ നോക്കുന്നതാണ് റിവിഷൻ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻട്രസ്റ്റിൽ നിന്ന് മറ്റൊരു ഇൻട്രസ്റ്റിലേക്ക് എന്ത് ചെയ്യും, മാറ്റേണ്ടി വരും. ഇപ്പോൾ IT ഇൻഡസ്ട്രി ഭയങ്കര ഡള്ളായിരിക്കുകയാണെങ്കിൽ വി നീഡ് ടു ചേഞ്ച് ഇറ്റ് ഫ്രം IT ടു മാനുഫാക്ചറിങ്. അപ്പോൾ മാനുഫാക്ചറിങ് ഭയങ്കര ഡള്ളായിരിക്കുകയാണെങ്കിൽ വി നീഡ് ടു ചേഞ്ച് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ഫ്രം ദി മാനുഫാക്ചറിങ് ടു സം അതർ തിങ്സ്. അതല്ലെങ്കിൽ ചേഞ്ച് ഫ്രം വൺ കമ്പനി ടു അനദർ കമ്പനി. ഇപ്പോൾ നമ്മൾ MRF ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ MRF എന്താണ്, ലോസ് വന്നു. സോ വി നീഡ് ടു ചേഞ്ച് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫ്രം MRF ടു സം അതർ കമ്പനി. ചില കമ്പനിയിലൊക്കെ ചിലപ്പോൾ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിക്ക് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടറിഞ്ഞ് നമ്മൾ എന്തെങ്കിലും സ്റ്റോക്കൊക്കെ വിറ്റിട്ട് നമ്മൾ വേറെ ഇതിലേക്ക് മാറ്റേണ്ടി വരും. സോ വി നീഡ് ടു റിവൈസ് അവർ പോർട്ട്ഫോളിയോ ഈച്ച് ആൻഡ് എവറി ടൈംസ്. ദെൻ ലാസ്റ്റ് വൺ, വി നീഡ് ടു ഇവാലുവേറ്റ് ദ പോർട്ട്ഫോളിയോ whether the portfolio can be achieve our objective. First thing. Next thing, we need to compare our portfolio with benchmark returns. മറ്റ് പോർട്ട്ഫോളിയോകളോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബെഞ്ച് സിസ്റ്റത്തെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. സോ ഇത്ര 7 പോയിൻറ്റ്സ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ. ഫസ്റ്റ് സെറ്റിംഗ് ഓഫ് ദി ഒബ്ജക്റ്റീവ്, ദെൻ സെലക്ഷൻ ഓഫ് അസറ്റ് മിക്സ്, ദെൻ ഫോർമുലേഷൻ ഓഫ്
strategies, then selection of securities, then selection of portfolio execution, then portfolio revisions, then evaluation of the performance. സോ പോർട്ട്ഫോളിയോ റിട്ടേൺ ആണ് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് ജനറലി മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് എക്സ്പെക്റ്റഡ് റിസ്ക്. സോ ഒരു പോർട്ട്ഫോളിയോക്ക് എന്തുണ്ടാവും, രണ്ട് രീതി കാര്യങ്ങളുണ്ടാവും. ഒന്ന് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഉണ്ടാവും, എക്സ്പെക്റ്റഡ് റിസ്ക്കും ഉണ്ടാവും. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞ പേരാണ് മീൻ എന്ന് പറയും. അതുപോലെ എക്സ്പെക്റ്റഡ് റിസ്കിന് പറഞ്ഞ പേരാണ് വേരിയൻസ്. ഇത് ഒരു സെക്യൂരിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോൻ്റെ കേസ്, പോർട്ട്ഫോളിയോ എന്നാൽ ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അസറ്റുകളുണ്ട്. അങ്ങനത്തെ കേസിലാണെങ്കിൽ അന്ന് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് വെയ്റ്റഡ് ആവറേജ് ഓഫ് റിട്ടേൺ ഓഫ് ദി ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. ഓരോ സെക്യൂരിറ്റീസിൻ്റെയും വെയ്റ്റഡ് ആവറേജ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദ വെയ്റ്റ് അപ്ലൈഡ് ടു ഈച്ച് റിട്ടേൺസ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ദി പോർട്ട്ഫോളിയോ. അപ്പോൾ എത്രത്തോളം വെയ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം എമൗണ്ട് നമ്മൾ ഓരോ അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷനാണ് ആർ പി ഈസ് ഈക്വൽ ടു, ആർ പി മീൻസ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു ദാറ്റ് എച്ച് ഐ എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ പ്രൊപ്പോർഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി 1 ഇൻറ്റു എക്സ്പെക്റ്റഡ് റിട്ടേൺ. സോ ഈ റേഞ്ചിലുള്ള ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഫോർ എ പോർട്ട്ഫോളിയോ. ദെൻ ഒരു കണക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. സോ ദർ ആർ 2 ഇക്വിറ്റി ഷെയർസ് എ ആൻഡ് ബി വിത്ത് ഇൻ എ പോർട്ട്ഫോളിയോ വിത്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺ 20% ആൻഡ് 30% റെസ്പെക്റ്റീവ്ലി. ദ ടോട്ടൽ ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ബോത്ത് എ ആൻഡ് ബി, എയിലും ബിയിലും എന്ത് ചെയ്യുന്നു 40%, 60%. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആലോചിക്കേണ്ട വെച്ചാൽ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് എത്രയാണ്, 20%, 30% നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ എ എന്ന സെക്യൂരിറ്റി നമ്മൾ 40% ഇൻവെസ്റ്റ് ചെയ്തു, ബി എന്ന സെക്യൂരിറ്റി നമ്മൾ 60% എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിട്ടേൺസ് എത്രയാണ്, അപ്പോൾ 20%-ലെ 40%, അതുപോലെ 30-ൻ്റെ 60%. സോ നമ്മൾ നോക്കാം സൊല്യൂഷനിലേക്ക്. എക്സ്പെക്റ്റ് റിട്ടേൺ ഓൺ ദി സ്റ്റോക്ക് എൻ്റെ എക്സ്പെക്റ്റ് റിട്ടേൺസ് എത്ര, നമുക്ക് എക്ക് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വെയിറ്റ് പറഞ്ഞത് 0.40, അതായത് 40% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എമൗണ്ട് എ എന്ന സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് എത്ര എമൗണ്ട് റിട്ടേൺ കിട്ടുന്നു 20. സോ 0.40 ഇൻറ്റു 20 എത്ര നമുക്ക് കിട്ടി 8. ദെൻ എക്സ്പെക്റ്റ് റിട്ടേൺ ഓൺ ദി ബി എന്ന സ്റ്റോക്കിൽ നമ്മൾ എത്ര 60% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 0.60 ഇൻറ്റു 30, അപ്പോൾ നമുക്ക് 18. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ എയും ബിയും സ്റ്റോക്കിൽ നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വി വിൽ ഗെറ്റ് 26% റിട്ടേൺസ്. അപ്പോൾ ഇതാണ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. വി നീഡ് ടു കാൽക്കുലേറ്റ് ദി വെയ്റ്റഡ് ആവറേജ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ റിട്ടേൺസ്. ദെൻ റിസ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് റിസ്ക്? ഫോർ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിൽ പറയുന്നത് ഇറ്റ്സ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ദി മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺസ് ത്രൂ ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഹൂസ് വേരിയബിലിറ്റി ഓർ ഹൂസ് റിസ്ക് വിൽ ബി ലോവർ. അതായത് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി പ്രകാരം പറയുന്നത് വെച്ചാൽ നമ്മൾ റിട്ടേൺ വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പല സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോമ്പിനേഷൻ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ റിസ്ക് എന്ത് ചെയ്യും, കുറയുമെന്ന് പറയുന്നു. ദ റിസ്ക് ഓഫ് ഈച്ച് സെക്യൂരിറ്റി ഫ്രം വൺ സെക്യൂരിറ്റി ബൈ ദി പ്രോപ്പർ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റി one can arrive at the combination of wherein the risk of one security is offset the partially or fully by the other securities. അതായത് നമ്മൾ നല്ല രീതിയിലുള്ളൊരു കോമ്പിനേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ, സെക്യൂരിറ്റി കോമ്പിനേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സെക്യൂരിറ്റിയിൽ വരുന്ന നഷ്ടം നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സെക്യൂരിറ്റീൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കോമ്പൻസേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓവറോൾ ലോസ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. സോ ദിസ് ഹോൾഡിംഗ് ടു സെക്യൂരിറ്റി വിൽ ബി റെഡ്യൂസ് അവർ റിസ്ക്. നമുക്കറിയുന്ന കേസാണ്, നമ്മളൊരാൾ അയാളുടെ കോഴിമുട്ട എല്ലാം കൂടി ഒരൊറ്റ കൊട്ടയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് മോർ പോസിബിൾ ടു
ഡാമേജ് അല്ലെങ്കിൽ ഡെസ്ട്രോയ് ആവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. പക്ഷേ അയാൾ കുറച്ച് മുട്ട പല പല ബാഗിലിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബാഗ് കേടുവന്നാൽ ആ ബാഗേ കേടുവരുള്ളൂ, ബാക്കി എല്ലാ ബാഗും എന്താണ്, സേഫാണ്. അതാണ് പോർട്ട്ഫോളിയോൻ്റെ ബേസ് എന്ന് പറയുന്നത്. ദെൻ 2 മെത്തേഡുകളാണ് പോർട്ട്ഫോളിയോയിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡുകളാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡാണ് കോവേരിയൻസ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേര് കോറിലേഷൻ്റെ കോയിഫിഷ്യൻ മെത്തേഡാണ് രണ്ടാമത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നോക്കാം. എന്താണ് കോവേരിയൻസ് മെത്തേഡ്? സോ പോർട്ട്ഫോളിയോ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ക്യാൻ ബി മെഷേർഡ് ബൈ ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഒരു സെക്യൂരിറ്റീസിൻ്റെ ഡീവിയേഷൻ അല്ലെങ്കിൽ റിസ്ക് മനസ്സിലാക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താനാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം, കോവേരിയൻസ് ഉപയോഗിക്കണം. സോ വെൻ 2 or more combined portfolio, the covariance or interactive risk is can be considered. അപ്പോൾ കോവേരിയൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ, എക്സും വൈയും ഓരോ സെക്യൂരിറ്റീസ് എയും ബിയും കണക്ക് ചെയ്യുന്ന പോലെ തന്നെ കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ is equal to return of x minus expected return of x into return of y minus expected return of y divided by n. ഇതാണ് ഇക്വേഷൻസ്. ഈ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. സോ എന്താണ് കോവേരിയൻസ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമുക്ക് ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോവേരിയൻസ് മനസ്സിലാക്കാം. സോ കോവേരിയൻസ് മീൻസ് ദ കോറിലേഷൻ ഓഫ് 2 റിസ്ക്, 2 സെക്യൂരിറ്റീസിൻ്റെ റിസ്കിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനാണ് കോവേരിയൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ രീതിയിൽ പണി പറയാം. അതായത് ഇഫ് ദ റിട്ടേൺ ഓഫ് 2 സെക്യൂരിറ്റി മൂവ് ടുഗദർ ദ കോവേരിയൻസ് ഈസ് പോസിറ്റീവ്. അതായത് 2 സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺസ് ഒരേ രീതിയിൽ ഇപ്പോൾ കൂടുമ്പോൾ, ഒരു എ സെക്യൂരിറ്റീൻ്റെ റിട്ടേൺ കൂടുമ്പോൾ ബി സെക്യൂരിറ്റി കൂടുകയാണെങ്കിൽ, അതുപോലെ എ സെക്യൂരിറ്റി കുറയുകയാണ്, ബി സെക്യൂരിറ്റീൻ്റെ റിട്ടേൺസും കുറയുകയാണെങ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് ദേ മൂവിങ് ടുഗദർ അല്ലെങ്കിൽ മൂവിങ് പോസിറ്റീവ്ലി ആണെങ്കിൽ അങ്ങനത്തെ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യും, ഹൈ റിസ്ക്, ദേ ആർ മോർ റിസ്ക്. സോ അങ്ങനത്തെ ഒരിക്കലും നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ രീതിയിലുള്ള സെക്യൂരിറ്റികൾ എടുക്കാൻ പാടില്ല. ഒരേപോലത്തെ മാർക്കറ്റ് മൊമെൻറ്റുള്ള സെക്യൂരിറ്റീസ് എടുക്കാൻ പാടില്ല. ദെൻ വാട്ട് വി ഹാവ് ടു ഡു, if the return of 2 security move independently അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, the covariance is negative, the risk in total will be lower. അതായത് ഇവിടെ എന്താ വെച്ചാൽ, നമ്മൾ ഈ നെഗറ്റീവ് കോറിലേഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് കോവേരിയൻസ് ഉള്ള സെക്യൂരിറ്റീസ് ചൂസ് ചെയ്യുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്നിലുണ്ടാവുന്ന നഷ്ടം മറ്റൊന്നിലുണ്ടാവുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ ന്യൂട്രലൈഫൈ ചെയ്യും. നമ്മൾ ആ സെറ്റിൽ എത്രത്തോളം ഒരു നഷ്ടം വരില്ല. ഇപ്പോൾ ഒരു സെക്യൂരിറ്റിയിൽ നഷ്ടം ഉണ്ടായി മറ്റു സെക്യൂരിറ്റിയിൽ പോസിറ്റീവ് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിലെ നഷ്ടം മറ്റേതിൽ കോമ്പൻസേറ്റ് ചെയ്യും. ഇപ്പോൾ രണ്ടും ഒരേപോലെ മൂവ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണെന്ന് ആലോചിച്ച് നോക്ക്. ഒന്നിൽ പ്രോഫിറ്റ് ഉണ്ടായി മറ്റൊരു പ്രോഫിറ്റ് ഉണ്ടായി, ഒന്നിൽ നഷ്ടം ഉണ്ടായി മറ്റൊരു നഷ്ടം ഉണ്ടായി. അപ്പം നഷ്ടം, റിസ്ക് കൂടാൻ ചാൻസ് എന്താണ്, വളരെ അധികമാണ്. അപ്പോൾ വെൻ വി ആർ ഇൻവെസ്റ്റിംഗ് അവർ മണി വി ഷുഡ് ചൂസ് ദ സെക്യൂരിറ്റി വിച്ച് ഹാവ് ദ നെഗറ്റീവ് കോവേരിയൻസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, കോവേരിയൻസിൽ നെഗറ്റീവ് കോവേരിയൻസ് ഉള്ളതാണ് നല്ലത്. പോസിറ്റീവ് ആണെങ്കിൽ ആ സെക്യൂരിറ്റിക്ക് എന്താണ്, ഹൈ റിസ്ക് ആണ് കണക്ക് പറയുന്നത്. ദെൻ അടുത്തത് കോറിലേഷൻ മെത്തേഡ്. കോറിലേഷൻ മെത്തേഡാണ് സെക്യൂരിറ്റികൾ തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിസ്സിമിലാരിറ്റിയും കണ്ടെത്തുന്നതാണ് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇക്വേഷൻ എന്ന് വെച്ചാൽ R is equal to R of x y, correlation between x and y is equal to covariance of x and y divided by the standard deviation of x, standard deviation of y. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, പക്ഷേ നമുക്ക് പ്രോബ്ലത്തേക്ക് കിടക്കുമ്പോഴാണ് അത് എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കേണ്ടത്. സോ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. സോ ഒരു ചോദ്യമാണ്, ദ റിട്ടേൺ ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സ്റ്റോക്ക് എക്സ് ആൻഡ് വൈ ഫോർ എ 2 പീരിയഡ്. അപ്പോൾ 2 പീരിയഡിലേക്കുള്ള എക്സ്പെക്റ്റ് റിട്ടേൺസ് തന്നിട്ടുണ്ട്, റിട്ടേണും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി കോവേരിയൻസ് ആൻഡ് കോറിലേഷൻസ് ഇഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് ഈസ് 2 and 4. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റേൻ്റെ സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഉം 4 ആണെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റ് റിട്ടേൺസ് തന്നിട്ടുണ്ട്, അതിൻ്റെ
റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് ഈ ചോദ്യം തന്നെ മനസ്സിലാക്കാതെ. വി ഗീവ് 2 പീരിയഡ്സ്. 2 പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആദ്യത്തെ 6 മാസം പിന്നത്തെ 6 മാസം, അതൊരു കൊല്ലത്തെ ഡാറ്റയാണ് വിചാരിച്ചോളൂ. ഓക്കെ, അവിടെ നമുക്ക് 2 സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം, ഒന്ന് എച്ചിലും മറ്റൊന്ന് വൈയിലും. അപ്പോൾ ആദ്യത്തെ പീരീഡ്, അതായത് ഫസ്റ്റത്തെ 6 മാസം വിചാരിച്ചു, നമുക്ക് നമ്മളെ റിട്ടേൺസ് പറയുന്നത് 7 ആണ് വിചാരിച്ചു. നമ്മൾ എക്സ്പെക്ട് റിട്ടേൺസ് എത്ര? 9. സോ ദർ ഇസ് എ നെഗറ്റീവ് എമൗണ്ട്. നമ്മൾ വിചാരിച്ചതിനും കുറവാണ് റിട്ടേൺസ് വന്നിട്ടുള്ളത്. ദെൻ നമ്മൾ ഒന്നാമത്തെ പീരീഡിൽ തന്നെ നമ്മൾ വൈൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വി ഗോട്ട് 13. നമ്മൾ എക്സ്പെക്ട് എത്രയാണ്? 9. സോ ദർ ഇസ് എ പോസിറ്റീവ്. ഇനി രണ്ടാമത്തെ പീരീഡ് നോക്കാം. അവിടെ നിന്ന് എച്ച് ഉണ്ട്, എച്ചിന് എന്താണ്? 11 ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് എത്രയാണ്? 9. ദെൻ രണ്ടാമത്തിൽ വൈൻ്റെ അവസ്ഥ എന്താണ്? സെയിം. അവിടെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നമ്മൾ വിചാരിച്ച എത്രയാണ്? 5. നമ്മൾ വിചാരിച്ച 9 ആണെങ്കിൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 5 ആണ്. സോ അതെങ്ങനെ കോവേരിയൻസ് കണ്ടെത്താൻ നോക്കാം. കോവേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മളറിയാം. കോവേരിയൻസ് ഇസ് ഈക്വൽ ടു റിട്ടേൺ മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇത് ഫസ്റ്റത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ രണ്ടാമത്തെ സെക്യൂരിറ്റീൻ്റെ എന്താണ്? വൈ സെക്യൂരിറ്റീൻ്റെ റിട്ടേൺ മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഡിവൈഡഡ് ബൈ n ആണ്. സോ ഇതാണ് ഇക്വേഷൻ. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു കോളം മുറിച്ച് ചെയ്യുന്ന കുറച്ചും കൂടി എളുപ്പമാവും. നമുക്ക് സെക്യൂരിറ്റി എച്ച് ഉണ്ട്, സെക്യൂരിറ്റി വൈ ഉണ്ട്. ഫസ്റ്റത്തെ പീരീഡ് നോക്കൂ. പീരീഡ് 1 നമുക്ക് കിട്ടിയ റിട്ടേൺസ് എത്രയായിരുന്നു? എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയായിരുന്നു? 9 ആയിരുന്നു. ആ വർഷം നമുക്ക് സെക്യൂരിറ്റി എച്ചിൻ്റെ അവസ്ഥ എന്താണ്? 7 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഡീവിയേഷൻ എത്രയാണ്? എക്സ്പെക്റ്റഡ് റിട്ടേണും റിട്ടേണിലേക്ക് ഡീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുന്നത് 2 എന്ന് പറയും. അതേ വർഷം തന്നെ നമുക്ക് വൈൻ്റെ അല്ലെങ്കിൽ അതേ സമയത്തുള്ള വൈൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 13 മൈനസ് 9. എക്സ്പെക്റ്റഡ് റിട്ടേണും 9. അപ്പോൾ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഫസ്റ്റ് പീരീഡിൽ സെക്യൂരിറ്റി എച്ചിൻ്റെയും വൈൻ്റെയും ഡീവിയേഷൻസ് എത്രയായിരുന്നു? -2 4. അപ്പോൾ -2ഉം 4ൻ്റെയും പ്രൊഡക്റ്റ് എത്ര വരിക? നമുക്ക് -8 കിട്ടി. ദെൻ രണ്ടാമത്തെ വർഷം അല്ലെങ്കിൽ രണ്ടാമത്തെ പീരീഡ് വാട്ട് വി ഗോട്ട്? രണ്ടാമത്തെ പീരീഡ് നമുക്ക് സെക്യൂരിറ്റി എച്ച് എന്താണ്? 11% അല്ലെങ്കിൽ 11 റിട്ടേൺ കിട്ടിയപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് എത്ര ചെയ്തിട്ടുള്ളൂ? 9. അപ്പോൾ ഡീവിയേഷൻസ് എത്ര ഉണ്ട്? 9 11ലേക്കുള്ള ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2. ദെൻ നമുക്ക് വൈൻ്റെ കേസ് നോക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചത് 9 ആയിരുന്നു, പക്ഷേ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 5. സോ ദർ ഈസ് എ ഡീവിയേഷൻ 4. അപ്പോൾ 2 × -4 എത്ര കിട്ടി? നമുക്ക് -8. അപ്പോൾ ആദ്യത്തെ പീരീഡിൽ 8ഉം -8ഉം രണ്ടാമത്തെ പീരീഡിലെ -8ഉം പീരീഡ് എത്രയും ടോട്ടൽ 16. അപ്പോൾ 16 ഡിവൈഡ് ബൈ 2, അതായത് ഈ മേലത്തെ ഇക്വേഷനാണ് നമ്മൾ ഈ കള്ളി വരച്ച് ചെയ്തത്. അതായത് എച്ച് എന്ന സെക്യൂരിറ്റീൻ്റെ റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും നമ്മളെന്ത് ചെയ്തു? കണ്ടു. അപ്പോൾ റിട്ടേൺ എക്സ്പെക്ട് റിട്ടേൺ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഡീവിയേഷൻസ് കിട്ടും. സോ അതിൻ്റെത് ആദ്യത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും കണ്ടു. അതുപോലെ വൈൻ്റെയും ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷത്തെയും കണ്ടു ആഡ് ചെയ്തു. നമുക്ക് എത്ര കിട്ടി? -16 കിട്ടി. ദെൻ എത്ര സെക്യൂരിറ്റീസ് ഉണ്ട്? 2 സെക്യൂരിറ്റീസാണ്. ദാറ്റ് മീൻ 2. അപ്പോൾ നമുക്ക് കോവേരിയൻസ് എത്ര കിട്ടി? -8 കിട്ടി. ദെൻ ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? കോറിലേഷൻസ് ചെയ്യാൻ പോകുന്നത്. സോ കോറിലേഷൻ ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? കോവേരിയൻസ് ഡിവൈഡഡ് ബൈ കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ദാറ്റ് മീൻസ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്, 2 ആണ്. 2ഉം 4ഉം തന്നിട്ടുണ്ട്. -8 ഡിവൈഡഡ് ബൈ 2 × 4. സോ വാട്ട് വി ഗെറ്റ്? 8. -8 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇത്രേ ഉള്ളൂ കോറിലേഷൻ കോയിഫിഷ്യൻ്റെയും അതുപോലെ കോവേരിയൻസിൻ്റെയും രീതിയിൽ നമുക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് മനസ്സിലായി കോറിലേഷൻ എന്ന് പറഞ്ഞാൽ -1 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ 2 സെക്യൂരിറ്റീസ്. സോ നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു സെക്യൂരിറ്റീസിൽ പ്രോഫിറ്റ് വരും, മറ്റു സെക്യൂരിറ്റിയിൽ നെഗറ്റീവ് ലോസ് വരും. സോ നമ്മളെ അതുപോലെ തന്നെ ഈ ലോസും എന്ത് ചെയ്യും? ഈ പ്രോഫിറ്റിനുമായിട്ടുള്ള ഒരു
ഓഫ്സെറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രത്തോളം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അത്രത്തോളം ഒരു ലോസ് വരാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നു. സോ വെൻ വി ചൂസ് ആൻ എ സെക്യൂരിറ്റി, വി ഷുഡ് ചൂസ് ആൻ എ സെക്യൂരിറ്റീസ് ഹാവ് ദി നെഗറ്റീവ് കോറിലേഷൻസ്. ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ പോർട്ട്ഫോളിയോക്ക് നെഗറ്റീവ് കോറിലേഷൻസ് ഉള്ള സെക്യൂരിറ്റീസിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം.